ആദ്യമായി ഒരമ്മയാകുക എന്നുള്ളതാണ് ഏതൊരു സ്ത്രീയെയും സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. ഏതൊരു ഫാമിലിയെയും പോലെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലിയും ഒരു കംപ്ലീറ്റ് ഫാമിലിയായി മാറിയത്. എൻ്റെ മാതൃത്വ യാത്രയ്ക്കായി എന്നെ അപ്പോളോ ആഡ്ലെക്സ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തതിന് എൻ്റെ സുഹൃത്ത് സ്നേഹയോട് ഞാൻ ഇന്നും നന്ദി പറയുന്നു. ഡോക്ടർ എലിസബത്തും സംഘവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സൂപ്പർ ഹീറോസായി വരികയായിരുന്നു. ആദ്യമായി അപ്പോളോ ആഡ്ലെക്സ് സന്ദർശിച്ച ദിവസം അവിടെയുള്ള എല്ലാവരും ഞങ്ങളോട് വളരെ നന്നായി തന്നെ പെരുമാറുകയും വളരെ നന്നായി സ്വീകരിക്കുകയും ചെയ്തു. ഗർഭകാലം ഒരു വളരെ മാധുര്യമായിട്ടുള്ള ഒരു സമയമാണ്. ആദ്യത്തെ പ്രസവം കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു പേഷ്യൻ്റ് എന്നെ കാണാൻ വരാനിടയായി. ദിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി എൻ്റെ അടുത്ത് പ്രസവിച്ച സ്നേഹയുടെ ഫ്രണ്ടായിരുന്നു. ഒരു വർഷം മുന്നേ സ്നേഹ നമ്മുടെ അടുത്ത് LDRP സൂട്ട് റൂമിൽ പ്രസവിച്ച കുട്ടിയായിരുന്നു. ദിയയുടെ ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് ദിയയ്ക്കും ഹസ്ബൻഡിനും വളരെയേറെ ടെൻഷനും അപ്രിഹെൻഷനും ആയിട്ടാണ് വന്നത്. എന്നിരുന്നാലും നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ ഇവിടുത്തെ ഇടപെടലുകളും നമ്മുടെ ഹീലിംഗ് ടച്ച് വിത്ത് എ കെയറിങ് സ്മൈൽ എന്നുള്ള ആ സ്ലോഗനിലോട് കൂടിയിട്ടുള്ള ഒരു ടച്ചും കിട്ടിയതോടെ ദിയയും ഹസ്ബൻഡും വളരെ സന്തുഷ്ടരായിട്ടാണ് ഇവിടുന്ന് പോയത്. ഒരാഴ്ച കഴിഞ്ഞ് സ്കാനിന് വന്നപ്പോഴാണ് കുഞ്ഞിന് ചെറിയൊരു രീതിയിൽ വളർച്ചക്കുറവുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. നമ്മൾക്കിവിടെ ഫീറ്റൽ മെഡിസിൻ്റെ സ്കാൻ ഉള്ളത് കൊണ്ട് എല്ലാ സ്കാനുകളും ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്സ് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് തന്നെ പേഷ്യൻസിന് വളരെയേറെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കാറുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ദിയയും ഹസ്ബൻഡും രാത്രി ഒരു 2 മണിയായപ്പോൾ എമർജൻസിയിൽ വരാനിടയായി. ദിയയ്ക്ക് സിവിയർ ഹെഡേക്ക്, തലവേദനയും അതിൻ്റെ കൂടെ BP നോക്കിയപ്പോൾ BP വളരെയേറെ കൂടിയിരിക്കുന്നതുമായിട്ട് കാണാനിടയായി. നമ്മുടെ ഇവിടെ 24/7 ഒബ്സ്ട്രറ്റീഷ്യൻ ഓൺ കോളിലുണ്ട്. ഡോക്ടർ ഓടി വരികയും കാണുകയും ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് സിവിയർ പ്രിയക്ലാംസിയ എന്ന് പറഞ്ഞൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ദിയ ഇരിക്കുന്നത്. അതുകൊണ്ട് നിയോനറ്റോളജിസ്റ്റിനെ അറിയിക്കുകയും ഇനി ഉടനെ തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥയെപ്പറ്റി ഹസ്ബൻഡിനോടും ദിയയോടും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു കൊടുത്തതിന് ശേഷം എമർജൻസി സിസേറിയന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തു. നമ്മൾക്ക് ഇവിടെ ലെവൽ 3 NICU സെറ്റപ്പ് ഉണ്ടെന്നുള്ള വിവരം അവരറിയുകയും ചെയ്തപ്പോൾ അവർക്ക് ഏറെ ആശ്വാസമായി. രാത്രി 2 മണിക്ക് നമ്മുടെ ഫുൾ അനസ്തീഷ്യ ബാക്കപ്പും നമ്മുടെ ബാക്കി സപ്പോർട്ടീവ് സർവീസസിൻ്റെയും സാന്നിധ്യത്തിൽ നിയോനറ്റോളജിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾക്കൊരു എമർജൻസി സിസേറിയൻ ചെയ്യാൻ ഇടയായി. 950 ഗ്രാം വെയ് ചെയ്യുന്ന ഒരു പെൺകുഞ്ഞിനെയാണ് നമ്മൾ ഡെലിവറിയിലൂടെ പുറത്തെടുത്തത്. ആ പെൺകുഞ്ഞിനെ ഇമ്മീഡിയറ്റ്ലി തന്നെ നിയോനറ്റോളജിസ്റ്റിൻ്റെ കെയറിന് നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിയോനറ്റോളജിസ്റ്റ് കുഞ്ഞിനെ വെന്റിലേറ്റ് ചെയ്തു. ലെവൽ 3 NICU സെറ്റപ്പിൽ ബേബിയുടെ എല്ലാ ഫുൾ കെയറും ഡെഡിക്കേറ്റഡ് ആയ NICU സ്റ്റാഫുമാരുടെ പരിചരണയും ലഭിക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഡെലിവറിക്ക് ശേഷം ഡോക്ടർ എലിസബത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു. പിന്നെ NICU ടീം അവർ ഞങ്ങളുടെ ബേബിക്ക് ഒരു പുതിയ ജീവിതം തന്നെയാണ് കൊടുത്തത്. അങ്ങനെ 1 മാസത്തിൻ്റെ പരിചരണനെ ഇവിടെ ലഭിക്കുകയും അതിലൂടെ ബേബി കുറേശ്ശെയായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തു വരികയും അങ്ങനെ നിയോനറ്റോളജിസ്റ്റിൻ്റെ സർവീസസ് മൂലം നല്ലൊരു ഔട്ട്കം ആ കുഞ്ഞിന് ലഭിക്കുവാൻ നമ്മൾക്കിടയായി. 1 മാസത്തിന് ശേഷം 1 കിലോയും 300 ഗ്രാമും 1.3 kg വെയിറ്റ് ചെയ്യുന്ന ഒരു ബേബീനെ നമ്മൾക്ക് ഒരു ബ്യൂട്ടിഫുൾ മദറിൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ബേബീനെയും നൽകുവാൻ നമ്മൾക്ക് സാധിച്ചു. അങ്ങനെ നമ്മളൊരു NICU ഗ്രാജുവേഷൻ സെറമണിയിലൂടെ ഈ സന്തോഷ അവസരം അവരുടെ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനും ഇടയായി. അപ്പോളോ ആഡ്ലെക്സിൽ നിങ്ങൾക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി ടീം ഉള്ളതുകൊണ്ട് ഫീറ്റൽ മെഡിസിൻ, നമ്മുടെ ലെവൽ 3 NICU കെയർ, അതിൻ്റെ കൂടെ ലാക്ടേഷണൽ കൗൺസിലർ, അതിൻ്റെ കൂടെ ഒബ്സ്ട്രറ്റീഷ്യൻസ് 24/7 അവൈലബിലിറ്റി, അതിൻ്റെ കൂടെ കെയറിങ് സ്മൈൽ, ഹീലിംഗ് ടച്ച്, കട്ടിംഗ് ഏജ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഈ കോമ്പിനേഷൻ എല്ലാം കൂടെ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് ഏത് ഹൈ റിസ്ക് പ്രഗ്നൻസിയും സേഫായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഇവിടെ ഞങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. സോ കം സെലിബ്രേറ്റ് യുവർ മദർഹുഡ് വിത്ത് us at Apollo Adlex OBG ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ജീവിതം മുഴുവൻ ഡോക്ടർ എലിസബത്തിനോടും ടീമിനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. മദർഹുഡ് ജേണി ഇത്രയധികം മനോഹരമാക്കിയതിന്
We are so thankful to Apollo Adlex Hospital.